ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിന പ്രസംഗം നോക്കിയാലോ? മാന്യ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതിന് അവസരമൊരുക്കിയ എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ പറയട്ടെ. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നാം പറയുമ്പോൾ ആ സമയം വരെ അതിനായി പോരാടിയ ധീരസാരഥികളെ ഈ നിമിഷത്തിൽ ഓർത്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതാകും. ഇന്നീ കാണുന്ന വിധത്തിൽ അന്തസ്സോടെ തലയുയർത്തി ഈ മണ്ണിലൂടെ നടക്കുന്നത് നമ്മുടെ ഒരുപാട് മുൻഗാമികളുടെ ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ഫലമായാണ്. മറ്റെന്തിനേക്കാളും വലുത് പിറന്ന മണ്ണിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് തീരുമാനിക്കാൻ കഴിയുന്നതാണ് രാജ്യസ്നേഹം. ബ്രിട്ടീഷുകാരൻ്റെ വെടിയുണ്ടകൾക്ക് നേരെ തങ്ങളുടെ നെഞ്ച് വിരിച്ചു നിന്നത് വരും തലമുറയെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നുണയാൻ വേണ്ടിയാണ്. അതാണ് അംഷി തൻ്റെ വരികളിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അടികളിടികൾ വെടികളൊക്കെ വന്നുമേത്തു കൊള്കിലും പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. നോക്കൂ, അവരുടെ ആശയങ്ങൾ വെടിയുണ്ടേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇന്ന് പലതിൻ്റെയും പേരിൽ ചിലരൊക്കെ നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാൻ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനായി നാം ഒറ്റക്കെട്ടായി നിൽക്കണം. ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും വേലിക്കെട്ടുകളെ നാം തല്ലി തകർക്കണം. ഇന്ത്യക്കാർ എന്ന ഒറ്റ മനസ്സോടെ ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് ധീര രക്തസാക്ഷികളുടെ ത്യാഗത്തിന് പകരമാവുകയുള്ളൂ. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്.